ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമേരിക്കയിൽ തണുത്തുറഞ്ഞ സായം സന്ധ്യ. ജനങ്ങൾ ഒരു സിറ്റി ബസ്സിൽ തങ്ങളുടെ താമസ സ്ഥലങ്ങളിലേക്ക് മടങ്ങുകയാണ്. പകൽ മുഴുവൻ ജോലി ചെയ്ത് ക്ഷീണിച്ചവരും യാത്ര ചെയ്ത് മടുത്തവരും എല്ലാം ഉണ്ട്. ആകെ കൂടെ വിരസമായ അന്തരീക്ഷം. പെട്ടെന്നാണ് ഒരമ്മയുടെ മടിയിലിരുന്ന കുഞ്ഞു പൈതൽ അവിടെ നിന്നിറങ്ങി ബസ്സിലൂടെ ഓടാൻ തുടങ്ങിയത്. വിരസതയിലായിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ ആ കുഞ്ഞിലേക്ക് പതിഞ്ഞു. കുഞ്ഞിന്റെ ആശംസകൾ യാത്രക്കാർ സ്വീകരിക്കുന്നു. കുഞ്ഞിനെ ഒന്ന് എടുക്കാൻ, ഒന്ന് തൊടാൻ, ലാളിക്കാൻ എല്ലാവർക്കും തിടുക്കം. നിമിഷ നേരം കൊണ്ട് ആ ബസ്സിന്റെ ഉൾഭാഗം സന്തോഷക്കടലായി. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ആ ദൂതനോടൊത്ത് പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. നമുക്കും അവിടുത്തെ വരവേൽക്കാനായി ഒരുങ്ങാം. 1000 പുൽക്കൂടുകളിൽ ഉണ്ണിയേശു പിറന്നാലും എന്റെ ഹൃദയത്തിൽ പിറക്കുന്നില്ലെങ്കിൽ എനിക്കെന്തു നേട്ടം എന്ന് നമുക്ക് ഓർമ്മിക്കാം. ഉണ്ണീശോ എന്റെ ഹൃദയത്തിൽ വന്ന് പിറക്കാൻ വിശുദ്ധ കുർബാനയിലൂടെയും വിശുദ്ധ കുമ്പസാരത്തിലൂടെയും നന്മ പ്രവൃത്തികളിലൂടെയും പരിത്യാഗ പ്രവൃത്തികളിലൂടെയും നമുക്കും നമ്മുടെ ഹൃദയത്തിൽ ഒരു പുൽക്കൂട് ഒരുക്കാം. ഉണ്ണീശോയെ ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന് പിറക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു പിറവി തിരുനാൾ ആശംസിക്കുന്നു. ഹാപ്പി ക്രിസ്മസ്.